ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. അപ്പോൾ നമ്മളിന്ന് മസാബ നെക്ക് ലൈൻ ബ്ലൗസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 2 നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം തന്നെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ലൈനിങ്ങിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോയ്ക്കകത്ത് ക്യാൻവാസ് കട്ട് ചെയ്യുന്നതും വരയ്ക്കുന്നതും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പിൻ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വരച്ചേക്കുന്ന എവിടെ നിന്നാണോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാധാരണ എങ്ങനെയാണോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മസാബ നെക്ക് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ആ വി പോലെ നിൽക്കുന്ന ആ കോർണർ ഭാഗത്തേക്ക് നമ്മൾ ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോസ് പീസ് സ്ട്രിങ് ഡോറി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ വി പോലുള്ള ഭാഗത്ത് ആ കോർണർ ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് കെട്ടിട്ട് തയ്ച്ചെടുക്കണം, വിട്ടു പോവാതിരിക്കാനായിട്ട്. രണ്ട് സൈഡും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് ആ ഡോറി വെക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കറക്റ്റ് അവിടെ തന്നെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അവിടെ നിന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അത് ഊരിപ്പോവും തിരിച്ച് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക്. നല്ലപോലെ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം മൊത്തത്തിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. സാധാരണ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ ഒന്ന് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ പതിച്ചടിക്കുന്നതൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ നമുക്ക് പതിച്ച് അടിക്കാനും ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഞാൻ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. അത് ഏത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി പ്രിൻസസ് കട്ട് സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് വേറെയും മെയിൻ പാർട്ട് വേറെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സ്റ്റിച്ചിങ്ങിൻ്റെ ലൈൻ പുറത്തുനിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കപ്പ് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തുണി പുറത്ത് കാണത്തില്ല, കപ്പ് അതിനുള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എളുപ്പം. അപ്പോൾ ലൈനിങ് വേറെയും മെയിൻ പീസ് ബ്ലൗസ് തുണി നമ്മൾ വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, തുണിയിൽ സാരിയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള തുണിയാണ്, പക്ഷേ അതിൻ്റെ മുകളിലൊരു വൈറ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ ആ സാരി പീസ് എന്തായാലും നമുക്ക് ബലം കുറവാണല്ലോ, ഭയങ്കര നേർത്ത തുണിയാണ്. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിനകത്ത് സ്റ്റിഫ് ഉണ്ടല്ലോ, ക്യാൻവാസ് പോലെ തന്നെ ഒട്ടിക്കുന്ന സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് അതിനകത്ത്. ബ്ലൗസ് പീസിനകത്ത് കുറച്ചൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി കട്ടി വരാനും വേണ്ടിയിട്ട്. അപ്പം ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് വേറെ മെയിൻ പാർട്ട് വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ പോയിൻ്റ് വരുമല്ലോ, ചെസ്റ്റ് പോയിൻ്റ് ഭാഗത്ത് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു കോൺ ഭാഗം ഒന്ന് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു പോയിൻ്റ് പോലെ വരുന്നത് തോന്നി. അപ്പോൾ അതുകൊണ്ടാണത് പോയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക, പോയിൻ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മാറിക്കിട്ടും. അതിനുശേഷം മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സ്റ്റിച്ചുകളും ഞാനൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും പ്രിൻസസ് കട്ടാണെങ്കിലും എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ആ കർവിൻ്റെ ഭാഗത്ത് ചെറിയൊരു നോച്ചസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഏറ്റവും അവസാനം നമുക്ക് ഇങ്ങനെയാണ് പ്രിൻസസ് ലൈൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം.
അതുപോലെ ഈ ഒരു കർവ് ഭാഗം ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് മാത്രമേ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മടക്കിയിട്ടിട്ട് സെൻറ്റർ കറക്റ്റായിട്ട് നോക്കി മടക്കിയിട്ടിട്ട് സൈഡെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആം ഹോൾ പാർട്ട് 1-നകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കട്ടിങ്ങിൽ ആം ഹോൾ അധികം കുഴിച്ച് വെട്ടേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും അവസാനം നമ്മൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്ലൗസ് എപ്പോഴും ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഏറ്റക്കുറച്ചിലുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും ഇതുപോലെ തന്നെ ലൈനിങ്ങിൽ ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ച് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. നോർമലായിട്ട് നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനുശേഷം ബാക്കിലെ നെക്കിനുള്ളിൽ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്ക് പാർട്ട് നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. അന്നേരം അത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഏതൊരു സ്റ്റിച്ചിങ്ങും ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഷോൾഡറും രണ്ട് സൈഡും നെക്കും സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഷോൾഡർ നോർമലായിട്ട് നമ്മൾ ചുരിദാറും ബ്ലൗസും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ്ങും മെയിൻ പീസും ഒന്ന് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തൈകൾ തുമ്പ് അകത്തേക്ക് പോകുന്ന രീതിയിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് നേരത്തെ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടിയതിന് ശേഷം സ്ലീവ് നോർമലായിട്ട് എങ്ങനെയാണ് നോർമൽ സ്ലീവാണ്, നമ്മൾ വേറെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. എങ്ങനെയാണോ സ്ലീവ് സാധാരണ എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. സ്ലീവ് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സ്ലീവ് അടിയിൽ വെച്ചിട്ട് ബോഡി പാർട്ട് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ സ്ലീവ് ഒരിക്കലും വലിഞ്ഞു പോകത്തില്ല. വലിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിൽ ഞാൻ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്ത് അകത്തേക്കാണ് മറിച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഒന്നേന്ന് ഫിറ്റിങ്ങിൻ്റെ ലൈനും ടക്സിനുള്ളതും എല്ലാം രണ്ടാമത് ഒന്നേന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ പാർട്ട് കണ്ടുപിടിച്ചിട്ട് 3 ഇഞ്ച് ഹൈറ്റിൽ ഞാൻ മാർക്ക് ചെയ്ത് ടക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ചാണ് ഞാൻ ടക്സിന് വേണ്ടി വിട്ടത്. ഇപ്പോൾ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വിട്ടിട്ടാണ് ടക്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടക്സ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെൻറ്റർ ഭാഗത്തേക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 2 ഭാഗം ഒന്ന് കൂട്ടിപ്പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ തുണി ഇപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട തുണി ആയതുകൊണ്ട് ലൈനിങ്ങും മെയിൻ പാർട്ടും മെയിൻ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ലൈനിങ് ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിന് അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ ആദ്യം സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മടക്കി ടക്സ് ഇട്ട് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ടക്സും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഞാൻ ടക്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം കാണാനായിട്ട് ഇങ്ങനെയാണ് ടക്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി ഫ്രണ്ടും ബാക്കും അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കാനായിട്ടുണ്ട്. അതും ഒന്ന് തയ്ച്ചെടുക്കണം. ഫ്രണ്ടിൽ ചെറിയൊരു കർവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു ക്രോസ് പീസ് വെച്ചാണ് തയ്ച്ചെടുക്കുന്നത്. കർവില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പീസ് ആയാലും മതി. 2 ഇഞ്ച് വീതിയുള്ളൊരു ക്രോസ് പീസ് എടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/4 ഇഞ്ച് ഒരു പോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം മടക്കി തിരിച്ചടിക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ തിരിച്ചടിക്കുക. അതിൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് തിരിച്ച് മറിച്ചടിച്ചിട്ട്.
പിന്നീട് ഞാനത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ ബ്ലൗസിൽ കൂടുതൽ ഇങ്ങനെ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ ഹാൻഡ് സ്റ്റിച്ചുകൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത്, നെക്കിൻ്റെ ഭാഗത്തൊക്കെ മെഷീൻ സ്റ്റിച്ച് ചെയ്യാതെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട്. ഇപ്പോഴത്തേക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ മെഷീൻ കൊണ്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് ഞാനത് മാറ്റി ഹാൻഡ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഞാനങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ. ബാക്കിൽ പിന്നെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് പീസ് ഉപയോഗിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പാർട്ടും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് പീസാണ് ബാക്കിലേക്ക് എടുത്തേക്കുന്നത്. ബാക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് പീസ് എടുക്കേണ്ട കാര്യമുള്ളൂ, ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹുക്ക് ഉള്ളതുകൊണ്ട് ഹുക്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ അറ്റത്താവുന്ന അകത്തേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ് വരും. അകത്തേക്കൊന്ന് മടക്കി ഒരു തവണ ഒന്ന് മടക്കിയാൽ മതി, മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തേ. അതിനുശേഷം പതിച്ചടിച്ചിട്ട് തിരിച്ച് മടക്കി അടിക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. ഇതും ഞാൻ അവസാനം ഇപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഹാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്, കാണാൻ ഭംഗി അത് തന്നെയാണ് മെഷീൻ സ്റ്റിച്ചിനെക്കാട്ടിലും. ബ്ലൗസിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ്, കൈ കൊണ്ട് തന്നെ തയ്ച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള നെക്ക് ലൈനിൻ്റെ അവിടെ ഹുക്കുകൾ, അടിഭാഗം നമ്മൾ വേസ്റ്റ് തയ്ക്കുന്നത് എല്ലാം കൈ കൊണ്ട് തന്നെ തയ്ച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. കാരണം കുറച്ച് ടൈം എടുക്കും, എന്നാലും കൈ കൊണ്ട് തന്നെ തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അത് കാണാൻ. അപ്പോൾ ഞാനത് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. വലിയ ഇഴയുള്ള സ്റ്റിച്ച് ഇട്ടിട്ട് തയ്ക്കാൻ പറ്റുന്ന മെഷീനിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് തയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതപ്പോൾ പിന്നീട് നമുക്ക് കൈ കൊണ്ട് തയ്ക്കുമ്പോഴേ എടുത്തത് മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെയാണുള്ളത്, ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഒരു സൈഡാണിത്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും തയ്ച്ചെടുക്കണം. അപ്പോൾ അടുത്ത സൈഡ് ഞാൻ അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പീസ് ഉപയോഗിച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ പീസാണ് ഞാനെടുത്ത് തയ്ക്കുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 2 ഇഞ്ചിൻ്റെ ഒരു പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ബാലൻസ് വന്ന ഒരു പീസ് അങ്ങനെ എടുത്ത് വെച്ചങ്ങ് തയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാനത് കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചിൻ്റെ ഒരു പീസ് മതിയാവും തയ്ച്ചെടുക്കാനായിട്ട്. വീഡിയോയുടെ സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. എന്തായാലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പതിച്ചടിക്കുക, ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒന്ന് പതിച്ചടിക്കുക, എന്നിട്ട് മറിച്ചിടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലായിട്ട് എല്ലാം നമ്മൾ ചുരിദാറിലും ഒക്കെ ചെയ്യുന്ന അതേ രീതി തന്നെ. വീഡിയോയുടെ സ്പീഡ് കൂടിപ്പോയെന്ന് കരുതി മനസ്സിലാവാതുണ്ടോ, എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കുമേ. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഫിറ്റിങ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് വീണ്ടും എല്ലാം മാർക്ക് ചെയ്തെടുത്തു. 1.5 ഇഞ്ചായിരുന്നു നമ്മൾ സൈഡ് ഫിറ്റിങ്ങിന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്ന. 1.5 ഇഞ്ച് സ്ലീവിൻ്റെ അവിടെ മുതൽ താഴെ വേസ്റ്റ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൽ നിന്ന് താഴേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ 1.5 ഇഞ്ച് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ, സൈഡ് നമ്മളൊന്ന് മടക്കി ഇട്ടതിന് ശേഷം എന്തെങ്കിലും കൂടുതലും കുറവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. തുണി ഉണ്ടോ എന്ന് നോക്കി ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ ആ സ്ലീവിൻ്റെ താഴെ 2 ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് ജോയിൻ്റായിട്ട് വരണം. അതുപോലെ വേസ്റ്റിൻ്റെ ഭാഗവും കൂടുതൽ കുറയോ ഒന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് വരുന്നത് പോലെ വെച്ച് വലിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡും അതുപോലെ തന്നെ മാർജിൻ നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം അതുപോലെ തന്നെ 1.5 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് വിട്ടിരുന്നത്. 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് വരച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുക്കും. വരച്ചു കൊടുത്തിട്ട് തയ്ക്കുമ്പോൾ നമുക്കത് പിന്നെ ഡൗട്ടില്ലല്ലോ, ലൈൻ തയ്ക്കുന്നത് മാറിപ്പോവുകയൊന്നുമില്ല. അപ്പോൾ വരച്ചു കൊടുത്തിട്ട് തന്നെ തയ്ച്ചെടുക്കണം. ഇനി നമ്മളൊരു നോർമൽ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ മസാബ നെക്ക് ലൈൻ ആണല്ലോ, അപ്പോൾ ഇതൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നോർമലായിട്ട് എങ്ങനെയാണ് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുന്നതെന്നും കൂടെ അടുത്ത് നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ എന്തെങ്കിലും ഡിസൈനുകളോ ഡ്രസ്സുകളുടെ വീഡിയോ വേണം അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളതെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അതുപോലെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങൾ തന്നെ അറിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ എന്നെല്ലാം ഒന്ന് പറയണേ. അപ്പോൾ ബാക്കിൽ നമ്മൾ സൈഡെല്ലാം ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോട്ടൽ ലുക്ക് വരുന്നത്. ബാക്കിൽ ഞാൻ റെഡിമെയ്ഡ് ഹുക്കായി ആണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ തയ്ച്ച് പഠിക്കുന്നതേ ഉള്ളൂ. എനിക്കത് കറക്റ്റായിട്ട് വരുന്നില്ല. ഞാനത് പഠിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.